നമസ്കാരം. ഞാൻ മഞ്ജു. ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ എന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചീത്തയൊക്കെ പറയുമായിരിക്കും. ബട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 18ാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് നമ്മുടെ രേണുസുതി വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വേണമെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സൈബർ അറ്റാക്ക് നേരിട്ട് ഒരുപാട് നെഗറ്റീവ് കൂടെ വന്ന് ഫയർ ചെയ്ത് തൻ്റെ ഒരു സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് രേണുസുതി. ബിഗ് ബോസിലേക്ക് ലാസ്റ്റ് വരെ പുള്ളിക്കാരിക്ക് ക്ഷണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു രേണുസുതി വരില്ല, ബിഗ് ബോസിൽ വരത്തില്ല എന്ന് തന്നെയായിരുന്നു ഉറപ്പിച്ചത്. ബട്ട് ലാസ്റ്റ് സമയത്ത് ബിഗ് ബോസിലേക്ക് രേണുസുതി എത്തിയിട്ടുണ്ട്, 18ാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട്. അപ്പോൾ രേണുസുതിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ. നന്നായിട്ട് അവസാനം വരെ നിന്ന് ഗെയിം കളിച്ച് വിന്നറായിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എല്ലാ കണ്ടസ്റ്റൻറ്റും. അപ്പോൾ നാളെ മുതൽ കണ്ടിന്യൂസ് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമായി ഞാൻ TV കണ്ടപ്പോൾ. രേണുസുതി വന്ന എൻ്റെ ഒരു അടിപൊളിയായിരുന്നു. അപ്പോൾ നാളെ മുതൽ എല്ലാ ദിവസവും റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. രേണുസുതിയെ പോലുള്ള ഒരുപാട് നെഗറ്റീവ് വന്ന് അതിൽ ഭർത്താവില്ലാതെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ട് പൊരുതി വിജയിച്ച ഒരാളെന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്തൊക്കെയാവട്ടെ, ഒരു പെണ്ണിനെ എത്രത്തോളം മോശമായി ചിത്രീകരിക്കാവോ അത്രത്തോളം മോശമായി ചിത്രീകരിച്ച് അവിടെ നിന്ന് വിജയം എന്ന് തന്നെ പറയാം. ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം കിട്ടുമെന്ന് വെച്ചാൽ വെറുതെ നിസ്സാരമല്ല, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ഫാമിലിയിലേക്ക് ക്ഷണം കിട്ടിയ നമ്മുടെ രേണുസുതിക്ക് എല്ലാവിധ ആശംസകൾ, എല്ലാ കണ്ടസ്റ്റൻറ്റിനും ആശംസകൾ. അപ്പോൾ എക്സ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് രേണുസുതി. കാരണം ഞാനെപ്പോഴും രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഫേസ്ബുക്കിലൊക്കെ എനിക്ക് വളരെ മോശം ചില സമയത്തൊക്കെ മെസ്സേജിലൊക്കെ ഭയങ്കര മോശമായിട്ട് മെസ്സേജ് വരാറുണ്ട് രേണുസുതി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടമാണ് അവരെ. ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും അതിൽ പിടിച്ചു നിന്ന് അവിടെ തനിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്ത ആളാണ്. ആരും എന്ത് പറഞ്ഞോട്ടെ, അവരെ കുറിച്ച് മോശമായി എന്ത് പറഞ്ഞോട്ടെ, അവരെ ഫാസ്റ്റ് എന്താകട്ടെ, ബട്ട് ഇത്രയും പ്രശ്നങ്ങൾ ചെയ്തിട്ട് പോലും പുള്ളിക്കാരിയുടേതായ ഒരു നില അതിൽ നിന്ന് പുള്ളിക്കാരി ഫയർ ചെയ്തു. അതിലൊരു വലിയ വിജയം തന്നെയാണ് ബിഗ് ബോസിലേക്കുള്ള ക്ഷണം. എന്തായാലും എല്ലാവിധ ആശംസകൾ എല്ലാവർക്കും. ഇപ്പം നാളെ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. എന്തായാലും എൻ്റെ പ്രാർത്ഥനയും ആശംസകളും രേണുസുതിക്കൊപ്പം എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബൈ.